ഞങ്ങളുടെ ഈ ട്രിപ്പ് ഒമാനിലെ നഖൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ശങ്കുരുക്കുട്ടൻ വണ്ടി കയറിയ ഉടനെ സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. 4 മണി സമയമായിരുന്നു. ഒരു ചായയും കൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് ശങ്കുരുക്കുട്ടൻ ചിന്തിക്കുന്നത്. കൊച്ചുകുട്ടികളല്ലേ, അവർക്കിതൊക്കെയല്ലേ രസമല്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ നഖലിലേക്ക് പോവുകയാണ്. അതായത് അവധി ദിവസം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വെറുതെ ഇരിക്കണ്ട, അങ്ങോട്ട് പോകാമെന്ന് കരുതി. ദീപുവിനും ശരത്തിനും ഹോളിഡേ ആയിരുന്നു. ഒരവധി കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പുറത്തേക്കൊക്കെ പോകാറുണ്ട്. അപ്പം ഇത് ചെറിയ പെരുന്നാൾ കഴിഞ്ഞുള്ള അവധി ആയതുകൊണ്ട് കുറച്ച് ദൂരേക്ക് പോകാമെന്ന് കരുതി. ഈ നഖൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ 2 വർഷം മുന്നേ പോയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. അവിടെ ആളുകൾ കുറവായിരുന്നു. നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. നിറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് ഞങ്ങൾ വാതിയിൽ കാലിട്ടിരിക്കുകയും വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല. കാരണം പെരുന്നാളായതുകൊണ്ട് എല്ലാവർക്കും അവധിയല്ലേ. അപ്പോൾ മിക്ക ആളുകളും അവിടേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ നമ്മൾ പോയിട്ട് വരാമെന്ന് കരുതി പോകുകയാണ്. പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെയാണ് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഏകദേശം അവിടെ എത്താറായി. ബർക്ക വഴിയാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അപ്പം ബർക്കയൊക്കെ നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലങ്ങളാണ്. മുമ്പൊക്കെ എപ്പോഴും പോകുമായിരുന്നു. ഇപ്പം എന്താ ഒരു ചെറിയ വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നഖൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു വാദിയും ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് കണ്ടില്ലേ വാഴത്തോട്ടത്തിൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വരാമായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ വാഴയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഏരിയയിൽ വാഴ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അത് കിട്ടാഞ്ഞതിലൊപ്പം വിഷമവും. കുറേ ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ആദ്യം വണ്ടി ചെന്നപ്പോൾ തന്നെ പോലീസൊക്കെ ഇങ്ങനെ തടയുമായിരുന്നു. കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതാണ് അവസ്ഥ. ഞങ്ങളറിഞ്ഞു എല്ലാവരും അവിടെ തന്നെ പോകുന്ന ദിവസമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ആകെ പെട്ടിരിക്കുകയാണ്. കുറേ നടന്നു. അവസാനം ഞങ്ങളിവിടെ എത്തി. എല്ലാവർക്കും വിഷമമായി. ഞങ്ങളെല്ലാവരും വിഷമിച്ച് കുത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു രസം ഉണ്ടായിരുന്നില്ല. കാരണം ആളുകളുടെ ബഹളം കാരണം കണ്ട ഒരുപാട് ആളുകളാണ്. ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തില്ല. അവരുടെ പ്രൈവസിയിൽ നമ്മൾ കയറണ്ടല്ലോ. മാത്രമല്ല വെള്ളമില്ല. ഇവിടെയൊക്കെ സാധാരണ ഈ ഭാഗത്തൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് കാലൊക്കെ ഇട്ടിരിക്കാമായിരുന്നു. വെള്ളച്ചാട്ടവും ഇല്ല, വെള്ളവും ഇല്ല. ആകെ വിഷമമായി. എല്ലാവരും വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ പോയെന്നേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് തീരുമാനിച്ച് നമുക്ക് തിരിച്ചു പോകണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുവാണ് കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് ഉള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിന് 5-6 മണിയോളമായി. നമുക്കൊന്നും വേണ്ട, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന്. അല്ലാതെ എന്താ ചെയ്യുക. പക്ഷേ എങ്കിലും ഒരവധി കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ വെറുതെയെങ്കിലും ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് ദൂരെയൊന്നും പോവാറില്ല. വർഷത്തിൽ 2 വർഷം കൂടുമ്പോഴോ മറ്റോ ആയിരിക്കും ഒരു ടൂർ പ്രോഗ്രാമോ മറ്റോ അധ്യാപകർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളും പറയും എന്നാൽ ശരി നമുക്ക് പോകാം. 2 വർഷത്തിന് ശേഷം പലപ്പോഴും ടൂറുകളൊക്കെ പോകാറ്. എങ്കിലും ശരത്തും ദീപമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കുറച്ചടുത്തൊക്കെ വെറുതെ ഒന്ന് പോയി വരാറുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് ആഹാരം നല്ല ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ സന്തോഷിച്ചു. ഞങ്ങളുടെ ചെറിയ സന്തോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.